തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐസിയുവിലുണ്ടായ തീപിടുത്തത്തിന് പിന്നാലെ ചികിത്സയിലുണ്ടായിരുന്ന രോഗികൾ മരിച്ചുവെന്ന് ആരോപണം. ഗുരുതരാവസ്ഥയിലായിരുന്ന 5 രോഗികൾ മരിച്ചുവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. നെയ്യാറ്റിൻകര ഓയൂർ സ്വദേശികളുടെ ബന്ധുക്കളാണ് ഇപ്പോൾ ഈ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് സർജറി ഐസിയുവിലെ വെന്റിലേറ്റർ തീപിടിച്ചത്. ന്യൂറോ ജനറൽ വിഭാഗത്തിലെ 33 രോഗികളെ തീപിടുത്തത്തെ തുടർന്ന് മാറ്റിയിരുന്നു. അതേസമയം ആരോപണം മെഡിക്കൽ കോളേജ് അധികൃതർ നിഷേധിച്ചു. വെന്റിലേറ്റർ നൽകിയാണ് രോഗികളെ മാറ്റിയതെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ് അരുൺ. മെഡിക്കൽ കോളേജ് അന്ന് തീപിടുത്തമുണ്ടാവുന്ന സമയത്ത് ആ വെന്റിലേറ്റർ മാറ്റിയതിനെ തുടർന്നാണ് തങ്ങളുടെ ബന്ധുക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്നാണ് ഇപ്പോൾ 2 ആരോപണം വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു രോഗിക്കും ബുദ്ധിമുട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നമ്മളോട് പറഞ്ഞത്. സാധാരണ മരണനിരക്കിൽ നിന്ന് വ്യത്യസ്തമായി അന്നത്തെ 2-3 ദിവസങ്ങളിൽ മരണനിരക്ക് ഉയർന്നിരുന്നോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നോ? അതല്ല സാധാരണ രീതിയിൽ സംഭവിക്കുന്നത് പോലെ സംഭവിച്ചതാണോ? ഇവർ അത്യാസന്ന നിലയിലായിരുന്നത് കൊണ്ട് മരണം സ്വാഭാവികമായി സംഭവിച്ചു എന്നതാണോ മെഡിക്കൽ കോളേജിന്റെ കണ്ടെത്തൽ? എന്താണ് ആരോപണത്തിലെ കഴമ്പ്? അരുൺ, ഇത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജറി ഐസിയുവിലാണ് ഈ വെന്റിലേറ്ററിലെ മെഷീന് തീപിടിക്കുകയും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ന്യൂറോയിലെയും അതുപോലെ തന്നെ ജനറൽ മെഡിസിനിലും ഉണ്ടായിരുന്ന രോഗികളെയാണ് 33 രോഗികളെയാണ് അന്നേ ദിവസം അവിടെ നിന്ന് വളരെ വേഗത്തിൽ ഇടപെട്ടുകൊണ്ട് ഡോക്ടർമാരും നേഴ്സുമാരും അടക്കമുള്ള അധികൃതർ അതിവേഗമാണ് മറ്റൊരു ഐസിയുവിലേക്ക് ഈ രോഗികളെ മാറ്റിയത്. ന്യൂറോ വിഭാഗത്തിൽ നിന്ന് 17 രോഗികളും അതുപോലെ തന്നെ ജനറൽ മെഡിസിനിൽ 16 രോഗികളുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അന്നേ ദിവസം തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞത് ഇവരെ കൃത്യമായിട്ട്, അതായത് വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന രോഗികളെ അതുപോലെ തന്നെ വെന്റിലേറ്ററിന്റെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഇവരെ മറ്റൊരു ഐസിയുവിലേക്ക് മാറ്റി എന്നുള്ളൊരു വിശദീകരണമാണ് അന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കമുള്ളവർ വ്യക്തമാക്കിയത്. പക്ഷേ ഇതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം തന്നെ രോഗികൾ മരണപ്പെട്ടു. അതിന് പിന്നാലെ വലിയ ആശങ്ക അന്ന് തന്നെ ഈ രോഗികളുടെ ബന്ധുക്കൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ മരണപ്പെട്ടതിന് പിന്നാലെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. കാരണം ഈ സംഭവം നടന്നതിന് ശേഷം ഇവർക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് നൽകിയോ എന്നൊരു ആശങ്ക രോഗികളുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള സനീഷ് ബൈക്ക് അപകടത്തെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജറിക്ക് ശേഷമാണ് ഈ MICUവിൽ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അവിടെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. തലേ ദിവസം ഈ സനീഷിന് ഭക്ഷണം, പൊടിയരിക്കഞ്ഞി അടക്കമുള്ളവ നൽകിയിരുന്നു. പക്ഷേ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നത് അവിടെ കഴിഞ്ഞിരുന്ന രോഗികൾ ഗുരുതരമായ അവസ്ഥയിൽ കഴിഞ്ഞിരുന്നവരാണ് എന്നുള്ളതാണ്. ഇതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓയൂർ സ്വദേശിയായിട്ടുള്ള കൃഷ്ണൻകുട്ടി, അയാൾ ഓട്ടോ അപകടത്തിൽ പരിക്കേറ്റ് അവിടെ എത്തി സർജറിക്ക് ശേഷം വീണ്ടും ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. അതായത് ചൊവ്വാഴ്ച രാവിലെ 8:30 മണിയോടുകൂടി ഈ ആശുപത്രിയിലെ വെന്റിലേറ്റർ മെഷീന് തീപിടിക്കുന്നു. അതേസമയം തന്നെ തലേ ദിവസം തന്നെ കൃഷ്ണൻകുട്ടിയുടെ നില അതീവ ഗുരുതരമാണെന്ന് ബന്ധുക്കളോട് ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. ഈ അപകടം, ഈ തീപിടുത്തം നടന്നതിന് ശേഷവും ഈ ഗുരുതരമായ അവസ്ഥയിൽ കൃഷ്ണൻകുട്ടി തുടരുന്നുണ്ടെന്നുള്ള കാര്യവും ഡോക്ടർമാർ ബന്ധുക്കളോട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ എന്താണെന്ന്